കിഴക്കൻ ചൈന കടലിടുക്കിലെ ഭൗമരാഷ്ട്രീയ സെൻസിറ്റീവായ ഒരു ദ്വീപുണ്ട്. ഈ ദ്വീപിനെ ചൊല്ലി ഇപ്പോൾ ജപ്പാനും ചൈനയും തമ്മിൽ കൊമ്പ് കോർക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ജപ്പാന്റെ 160 കിലോമീറ്റർ അകലെയുള്ള തായ്വാനെ ലക്ഷ്യം വെച്ച് ചൈന പട നീങ്ങുമ്പോൾ അതിനെ തടയിടുമെന്ന് കഴിഞ്ഞ ദിവസം ജപ്പാൻ പറഞ്ഞിരുന്നു. ഇതോടുകൂടി സംഘർഷം മൂർച്ഛിച്ചു. കഴിഞ്ഞ ദിവസം ജപ്പാന്റെ അധീനതയിലുള്ള സെൻകാക്കു ദ്വീപുകൾ ജപ്പാന്റെ അധീനതയിലാണ് എന്ന് ചൈന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ ദ്വീപിനെ ചൊല്ലിയാണ് ജപ്പാനും ചൈനയും തമ്മിലുള്ള തർക്കം. 2008 ഒരു കരാറിലൊക്കെ എത്തിയെങ്കിൽ കരാറൊക്കെ പിന്നീട് തകർന്നു പോവുകയാണ് ഉണ്ടായത്. സെൻകാക്കു ദ്വീപുകൾ എന്ന് വിളിക്കുന്ന ദിയാബു ദ്വീപുകൾ. ഈ ദ്വീപിന് സമീപത്തേക്ക് ജപ്പാന്റെ ഒരു കപ്പൽ വരുന്നു. ഈ കപ്പലിനെ ചൈനയുടെ ബോട്ടുകൾ തടയുന്നു. ഇതോടുകൂടി തന്നെ സംഘർഷം ചെറിയ രീതിയിൽ ആരംഭിക്കുകയാണ്. തുടർന്ന് നടന്ന വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമായിരുന്ന ഒരു സംഭവം ഒടുവിൽ അത് അവസാനിക്കുകയായിരുന്നു. ജപ്പാൻ പറയുന്ന ചൈനീസ് ബോട്ടുകൾ പിന്മാറുകയാണ് ഉണ്ടായതെന്ന്. എന്നാൽ ചൈന ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ചൈന പറയുന്നത് തങ്ങളുടെ അധികാര പരിധിയിലേക്കാണ് ജപ്പാന്റെ കപ്പൽ വന്നത്, അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. ഏതായാലും ജപ്പാൻ ചൈന സംഘർഷം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് കരുതുന്നിടത്താണ് ഇപ്പോൾ അതിനൊരു തുടക്കമായിരിക്കുന്നത്. ഇത് ഏത് തരത്തിലേക്ക് മുൻപോട്ട് പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടൊരു കാര്യമാണ്. ഏതായാലും തായ്വാൻ 2027 മുമ്പ് ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്ന് നിലവിൽ ചൈന പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ജപ്പാന്റെ ഈ ദ്വീപിനെ ചൊല്ലിയുള്ള ഈ സംഘർഷം വളരെ ശക്തമായി മുൻപോട്ട് പോകുന്നത്. മുൻപ് ഈ ദ്വീപുകൾക്ക് സമീപം കൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പലിന് നേരെ ചൈന ഈ ജലഭീരങ്കി പ്രയോഗിക്കുകയുണ്ടായി. പിന്നെ ഇന്ത്യ തിരിച്ചും അത്തരത്തിലേക്ക് പെരുമാറുകയും അത് അവിടെ രമ്യമായി പരിഹരിക്കപ്പെടുകയും ചെയ്തൊരു തർക്കമാണ്. കാരണം ഇത് ചൈന പറയുന്നത് ചൈനയുടെ ഏരിയയാണ് ഈ ദ്വീപും ഇതിന്റെ സമീപമുള്ള കടലിടുക്കും മറ്റുമൊക്കെ. അവിടെ മറ്റു കപ്പലുകൾക്ക് കയറണമെങ്കിൽ തങ്ങളുടെ പെർമിഷൻ വേണമെന്നാണ്. എന്നാൽ ജപ്പാൻ പറയുന്നത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകളാണ്, ഇതിൽ ചൈന അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഏതായാലും ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലനായി നിൽക്കുന്നത് ശ്രീ ഡൊണാൾഡ് ട്രംപാണ്. തായ്വാനെ പ്രത്യക്ഷത്തിൽ രക്ഷിക്കുമെന്ന് ഇപ്പോൾ അമേരിക്ക പറയുന്നില്ല, നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ജപ്പാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന നീക്കങ്ങളായും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.